യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പ് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വരുന്നത്. 2025 മാർച്ച് മാസം 1-ാം തീയതി മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ വച്ച് 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സന്ദർശിക്കാനും ബഹുമാനപൂർവ്വം ആദരപൂർവ്വം അവയെ വണങ്ങാനും ആ വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുമുള്ള ഒരു സൗകര്യം തിരുവനന്തപുരം വേറ്റനാട് മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ ഒരുക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ 1500ഓളം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് സന്ദർശകർക്കായി അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉപ്പുതറ കുന്നപ്പള്ളി ജോയിസ് എഫ്രൈം പ്രസിഡന്റായിട്ടുള്ള കാർലോ അക്വിറ്റി ഫൗണ്ടേഷനും അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന ഫാദർ എഫ്രൈം കുന്നപ്പള്ളി അംഗമായിട്ടുള്ള ഫാത്തിമൈറ്റ്സ് സന്യാസ സമൂഹവും ചേർന്നാണ് ഈ തിരുശേഷിപ്പിന്റെ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത്. ആ തിരുശേഷിപ്പുകൾ ക്രമീകരിച്ച് ഭക്തരുടെ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കുന്നത്. റോമിൽ നിന്നും മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി കഴിഞ്ഞ 25 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് സഭാ അധികാരികളുടെ സാക്ഷ്യപത്രങ്ങളോടുകൂടി ഈ ഫൗണ്ടേഷന് ലഭിച്ച ഈ തിരുശേഷിപ്പുകൾ പ്രദർശനത്തിനായി ഒരുക്കപ്പെടുന്നത്. 2025 മാർച്ച് മാസം 1-ാം തീയതി രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ ഈ തിരുശേഷിപ്പുകൾ സന്ദർശിച്ച് വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം വേറ്റനാട് മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും. വിശുദ്ധരുടെ മാധ്യസ്ഥം, ശക്തമായ അവരുടെ പ്രാർത്ഥന നമ്മുടെ ജീവിത സംഘർഷങ്ങളിൽ, ജീവിത ദുഃഖങ്ങളിൽ വലിയ സഹായമാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. സാക്ഷികളുടെ വലിയ സമൂഹമാണ്. 1500 വിശുദ്ധർ, സമ്പൂർണമായി യേശുവിന് തങ്ങളുടെ ജീവിതം സമർപ്പിച്ചവർ, സമ്പൂർണമായി ദൈവരാജ്യത്തിന് വേണ്ടി നിസ്വാർത്ഥമായി അധ്വാനിച്ചവർ. അവരുടെ സാന്നിധ്യം ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ മൃതശരീരത്തിന് ജീവനുണ്ടായതുപോലെ, മരിച്ചവൻ എഴുന്നേറ്റതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയമായ ഭൗതികമായ മൃതാവസ്ഥകളെ ജീവനിലേക്ക് തിരിച്ചു വിളിക്കാൻ യേശുവിന്റെ സാന്നിധ്യം ജീവിതകാലം മുഴുവൻ സംവഹിച്ച ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ സഹായിക്കും. നിങ്ങളെല്ലാവരെയും നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ മാർച്ച് മാസം 1-ാം തീയതി മൗണ്ട് കാർമൽ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ.